ഇവരെ ഒന്ന് റാഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, ആനി സകലകല വല്ലഭയാണ്, പാട്ടുപാടും ഡാൻസ് കളിക്കും. അപ്പം ആനയുടെ ശിക്ഷണത്തില് ഇനിയും ടൂമിൻ ചേട്ടൻ, ഇവർ രണ്ടുപേരും കൂടെ ഒരു ഡാൻസ് കളിക്കാൻ പോവാ. പക്ഷേ നിങ്ങൾ ഇങ്ങനെ നിന്നാൽ നമ്മളുടെ ഡാൻസ് ഒരു ഓളം വരുമോ? ഇല്ല. എല്ലാവരും കൈയടിക്കും. പിന്നെ വേണമെങ്കിൽ നമുക്കും കൂടെ കളിക്കാം, വേദിയിലും സദസ്സിലും ആയിക്കോട്ടെ നമ്മുടെ കലാപരിപാടികൾ. ആദ്യം ക്ലാസിക്കാണ്, ക്ലാസിക്കൽ ഡാൻസ്. എനിക്ക് എല്ലാം അറിയാം, ക്ലാസിക്കൽ വെസ്റ്റേൺ എല്ലാം അറിയാം. ഇല്ലില്ല, റാഗിംഗ് ആണ്, അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ആദ്യം ഈ പാട്ട്. ഓക്കെ, അടുത്തത് വരും. അഡീഷണൽ ഷീറ്റ് മേടിക്കാൻ നിൽക്കുന്നു പോലെ എക്സാം ഹോളിൽ നോക്കിയേ. വിജയിച്ച് പരിപാടി ജയിച്ചു. ഇനി നിങ്ങൾക്ക് ആനീനെയും ടൂമിൻ ചേട്ടനെയും കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാം. എന്തുവാകാം, ആർക്കും ചെയ്യിക്കാം. ആർക്ക് കാർന്നോന്മാർക്ക് സ്പെഷ്യൽ ടാസ്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള, യെസ് ദേ ആർ കേപ്പബിൾ. അവർ വരുമോ? എവിടെ? വരുന്നുണ്ട്, ദേ വരുന്നു. സ്നേഹ ചേച്ചിക്ക് വലിയ പ്രായമില്ല എന്ന് പറയുന്നത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നോട്. വലിയ പ്രായമില്ലെങ്കിലും കല്യാണം കഴിച്ചാറ്, അപ്പം എക്സ്പീരിയൻസ് ഉണ്ട്. അവര് ക്യാരക്ടറായി ഓൾറെഡി. അതെ, കൂടെ ഇനി ഇതിപ്പോ എന്റെ മനസ്സിൽ വന്നതാണ്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ജിജി ആന്റി ആനിയോട് പറയുന്നത്, ആനി എന്തെങ്കിലും ജോലി ചെയ്യുന്നത്. ആനി ഇപ്പൊ നമുക്കൊരു തോരൻ വെച്ച് തരും. എങ്ങനെയാണ് ഒരു തോരൻ ഉണ്ടാക്കുന്നത്? വാഴയ്ക്ക ചെറുതായിട്ട് മുറിച്ച് മാറ്റി വെക്കും. ഞാൻ ഓർത്തു നീ വാഴ വെക്കാൻ പോവാണ്. ഇതില് ലാസ്റ്റ് ജിജി ആന്റി ജഡ്ജ് ചെയ്യും. ആനി, നീ കുടുംബത്തിൽ ഒരു ബാക്ക് ബെഞ്ചർ തന്നെയല്ലേ? ഇത് നമ്മൾ പറഞ്ഞ ഗിഫ്റ്റ്, നമ്മുടെ പൊന്നളിയിൽ തന്ന ഗിഫ്റ്റ് ആനിയും ചേട്ടൻ കൂടി ഇപ്പൊ കൊടുക്കുക. പെണ്ണിനുള്ളിൽ മന്ദാരം പോലെ മുഖിനാണത്തോടെ ചേരുന്നുണ്ട്. ഇനി രാവിൻ കൊമ്പിൽ പൂത്താളം തേടും, പിടിയേതോ കോണിൽ ചിരകാലം തേടും. പടിവാതിൽ നെഞ്ചിൽ പയ്യെ അഴിങ്ങണ നേരം മെയ്യിൽ കുളിരെന്തിനു വന്നെത്തി മിണ്ട.